ഇവിടെ ഒന്നുമില്ല. പൈസ നഹിഹേ, പിച്ചക്കാരെ ഒന്നുമില്ല, പൊക്കോ പൊക്കോ. അല്ലമ്മ, ഞാൻ അമ്മ ഞാൻ അമ്മയുടെ മോൾ നിവേദിയാണ്. ഒന്ന് വാതിൽ തുറക്കുമോ? എന്തോ? ഓ, ആ പിച്ചക്കാരത്തിയാണോ? ആ, വന്നേക്ക്. എന്താ അമ്മേ ഞാൻ കൊട്ടിയപ്പം പിച്ചക്കാരെന്നൊക്കെ പറഞ്ഞത്? എൻ്റെ പൊന്നു മോളെ, എൻ്റെ മോളാണ്ട് ഞാൻ പറയുമല്ല, പിന്നെ പറയുന്നുള്ളൊന്നും തോന്നുകയും ചെയ്യില്ല. നിന്റെ മുഖഭാഗത്തും സംസാരിക്കുന്ന രീതിയിലും ഒരു പിച്ചക്കാര സാമ്യം ഉണ്ടെന്നേ. സീരിയസ്ലി എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു തമ്പുരാനെ. ഇനി വാർഡിൽ വല്ല കുഞ്ഞിനെ മാറിപ്പോയതാണോ? എത്ര നാളെ കണ്ടിട്ട്? നീ ജനിച്ചെന്ന ലാസ്റ്റ് ഞാൻ ആ ഡോക്ടറിനെ കാണുന്നത്. എപ്പോഴും കാണുമ്പോൾ ചോദിക്കാം. പോണേ. പിന്നെ വിശക്കുന്നു, രാവിലെ പോയതല്ലേ, വിശക്കുന്നു. ഇന്നലെ കഴിക്കാൻ വിശക്കാതിരുന്നാലല്ലേ അത്ഭുതം. എന്തോ ഭാഗ്യത്തിന് രാവിലെ 7 മണിയാകുമ്പോൾ എഴുന്നേക്കും. ആ 7 മണി തൊട്ട് 9 മണി വരെ എന്തോ ഫോണും കണ്ട് ടിവിയും കണ്ട് പല്ലും തേച്ച് കുളിച്ചിരിക്കും. 9 മണി കഴിഞ്ഞാൽ നിൻ്റെ പൊടി പോലും ഈ പരിസരത്ത് കാണത്തില്ല. നോക്കുമ്പോഴോ അപ്പുറത്ത് അവരുടെ അടുത്ത് കളിക്കുക ചിരിക്കുക ഒക്കെ. ശരി, ഉച്ചയ്ക്ക് ഊണുണ്ണാൻ വരുമോ? ഇല്ല, രാത്രി 6 മണിയാകുമ്പോൾ വരും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഉച്ചയ്ക്കത്തെ ഫുഡും 4 മണിത്തെ ചായയൊക്കെ എവിടെ നിന്നാണ് കുടിക്കുന്നേ? നീ വല്ല ഹോട്ടലിൽ നിങ്ങൾ പിരിവിട്ട് പോകുന്നുണ്ടോ? അതോ ഉച്ചയ്ക്കത്തെ ഊണ് ഒന്നെങ്കിൽ ഹരിത അല്ലെങ്കിൽ ജിസ, ഇവർ രണ്ടുപേരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ പോയി പോകും. പിന്നെ 4 മണി ചായ ഹരിത അവിടെ തരും. ചായ എന്ന് വെച്ചാൽ കട്ടൻ ചായ അല്ലെങ്കിൽ പൽച്ചായ, അതൊക്കെ കിട്ടി സുഖമായിട്ടിരിക്കുന്നോ? എന്നാൽ ഈ ഉച്ച 1 മണി തന്നെ തമ്പുരാട്ടി എന്തിനാണോ എഴുന്നള്ളിയത്? ഈ ഹരിതയും ജിസ എന്താ നട തുറന്നില്ലേ? അതോ ജിസയും ഹരിതയും ടൂറ് പോയിക്കൊണ്ട് വേറെ ആരും സ്പോൺസർ ചെയ്യത്തില്ല, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കിടക്കുമോ? എൻ്റെ പൊന്നുമോളെ, നമുക്കും നിനക്കുള്ള ഫുഡേ ഞാൻ എടുത്തിട്ടുള്ളൂ. നീ ഇപ്പോൾ ഉച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നിനക്കും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കഴിക്കണ്ട, അവരെല്ലാം വീട്ടിൽ പോയി കഴിച്ചു. എന്നാൽ മക്കൾ വാ, നല്ല ചോറും ചമ്മന്തിയും കുടംപുളി ഇട്ട മീൻകറിയും പിന്നെ തൈരും വെച്ച് മോരും ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കളത് കഴിക്കും. ഇനി നമ്മൾ തിരിച്ച് കളിക്കാനൊന്നും പോകത്തില്ലല്ലോ, ഇതിനൊക്കെ പോകണം. ഞങ്ങൾ പറഞ്ഞ ഷെഡ്യൂൾ അനുസരിച്ച് ഒരു 2 മണിയാകുമ്പം എനിക്ക് വർക്കിൽ അവിടെ സ്ഥലത്ത് എത്തണം. ഇല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെയാണ്, ബിസിയാണ് ഞാൻ. ഓ മൈ ഗോഡ്, ബിസി. പറയുന്നത് കേട്ടാൽ തോന്നും അങ്ങ് നീറ്റ് അങ്ങ് ഡൽഹിയിൽ പോയി പഠിച്ച് MBBS ആയിട്ട് ഡോക്ടറായിട്ട് ഷെഡ്യൂൾ അങ്ങ് ആശുപത്രി വെച്ച് കൂട്ടാം. ഓ പിന്നെ കൂടുതലൊന്നും പറയണ്ട. ആ ചോറും ആ ചമ്മന്തി കുടംപുളി ഇട്ട മീൻചാറും മോരും ഇങ്ങോട്ട് എടുത്ത് വെക്കുക. ഞാൻ ഒരു പിടി പിടിക്കും. ശരി, ബാ, നമുക്ക് നല്ല ചോറ് കൂട്ടി ഒരു പിടി പിടിക്കാം. ബാ, കഴിക്കാം.